ഈ മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുമല്ലേ? അതെ അതെ. അപ്പം ഇങ്ങനെയാണ് ഇന്നത്തെ ചർച്ചയിൽ എങ്ങനെയാണ് അത് പ്രതീക്ഷ നമുക്ക് ഇതെല്ലാം സെറ്റിൽ ചെയ്യുന്നതാണ്. കാരണം ഞങ്ങളുടെ സ്റ്റാൻഡിൽ യാതൊരു മാറ്റമില്ല. പക്ഷേ അത് ആ നിലയിൽ തീരുമാനം വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉത്തമ ബോധ്യം. ഞങ്ങൾക്കതിൽ വിട്ടുവീഴ്ചൻ്റെ അതിൽ വാശിയുടെ പ്രശ്നമില്ല. നമ്മളെ റാങ്ക് ആൻഡ് ഫയലിനെ വളരെ ഗൗരവമായി ബാധിക്കുന്ന പ്രശ്നമാണ്. ഞങ്ങൾക്ക് അതിൽ നിന്ന് മാറാനൊക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വളരെ മിതമായിട്ട് ഇതുവരെ വെയിറ്റ് ചെയ്ത് നോക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ മീറ്റിംഗ് പൊതുവേ ഒരു നിർണായകമായിട്ട് മീറ്റിംഗാണ്. അതിൽ കോൺഗ്രസ് മനസ്സ് തുറക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. ഈ മുൻകാലങ്ങളിൽ ഇത്തരം ആവശ്യങ്ങൾ ലീഗ് ഉന്നയിക്കുമ്പോൾ കോൺഗ്രസ് കുറച്ചും കൂടി ഒരു അനുഭാവപൂർവ്വം പരിഗണിച്ചിരുന്നു, അത് കുറച്ചും കൂടി വില കൽപ്പിച്ചിരുന്നു. ഇപ്പോൾ ആ ഒരു പരിഗണന കിട്ടുന്നില്ല. അങ്ങനെയല്ല, അന്നും പറഞ്ഞിരുന്നു, അന്നും കിട്ടിയിട്ടില്ല. അത് അന്ന് കോൺഗ്രസ് വിശാലമായ സമീപനം എടുത്തിരുന്നു എന്നുള്ള വിലയിരുത്തൽ ശരിയല്ല. ഞങ്ങളെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ നടന്നിട്ടില്ല, ചെയ്തിട്ടില്ല. അവർ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കടുത്ത അല്ല, സ്വാഭാവികമായിട്ടും അവരിപ്പോൾ ഞാൻ പറഞ്ഞത് ചർച്ച എന്ന നല്ലൊരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ആ ചർച്ചയെ ഡിസ്റ്റർബ് ചെയ്യുന്ന വിധത്തിലൊരു കമൻറ്റ് ഞങ്ങൾ പറയുന്നത് നന്നായിരിക്കില്ല. അതുകൊണ്ടാണ് അത് പറയാത്തത്. കാര്യം നമ്മൾ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കാര്യം നേരെ പോയല്ലോ. എന്നെ നമ്മൾ വാക്കുകൊണ്ട് ഞങ്ങൾ ഇന്നത് ചെയ്യാൻ പോകുന്നു, അത് ആ ഒരു പ്രിസിപ്പിറ്റേറ്റ് ചെയ്യാനാണ്. അത് വേണ്ട എന്നുള്ള ചിന്തയാണ്. നോക്കട്ടെ, ഇത് സ്റ്റാൻഡിൽ മാറ്റമില്ല. അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് നോക്കിയിട്ട് വേണം മറ്റു കാര്യങ്ങളെ പറ്റി ഞങ്ങൾക്ക് തോന്നിച്ചിട്ടുണ്ട്. അതിലേക്ക് പോയിട്ടില്ല. അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇൻ പ്രിൻസിപ്പിൾ സീറ്റിൻ്റെ എണ്ണം 3 ആക്കുന്ന പ്രഖ്യാപനം വരണ്ടേ. എന്നിട്ട് കോൺഗ്രസുമായിട്ട് ഇരുന്നിട്ട് വേണം സീറ്റിൻ്റെ ഏതാണ് എങ്ങനെയാണെന്നുള്ളത് അവർക്ക് നമുക്കും കൂടി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പറ്റുന്ന സീറ്റ് ഏതാണെന്നുള്ളത് കൂടി ഇന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഈ 3-ാം സീറ്റ് വേണമെന്ന ലീഗിൻ്റെ ആവശ്യത്തോടുള്ള കോൺഗ്രസിൻ്റെ നിലപാടിനെ CPM പലതരത്തിൽ വിമർശിക്കുന്നുണ്ട്. അതിൽ പലപ്പോഴും ലീഗിന് ഇങ്ങനെ CPM മുമ്പിൽ യാചിക്കേണ്ടി വരുന്നു, കോൺഗ്രസിന് മുമ്പിൽ. അങ്ങനെയല്ല, കോൺഗ്രസ് മുസ്ലിം ലീഗും ചേർന്നുകൊണ്ടുള്ള രാഷ്ട്രീയ മുന്നണിക്ക് അതിൽ കാര്യങ്ങളുണ്ട്. അതിനെ വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ നോക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ന്യായമായ അവകാശം അവരംഗീകരിക്കും എന്ന് തന്നെ ഉള്ള ശുഭാപ്തി വിശ്വാസം നമുക്ക് ഈ ഘട്ടത്തിലുണ്ട്. അത് നോക്കട്ടെ. അത് നോക്കാതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് കൂടുതൽ മോശമാക്കുന്നത് ശരിയല്ല. ആരുടെ താല്പര്യത്തിൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഇന്ത്യയുടെ പൊതുവായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കുറച്ചുകൂടെ റെപ്രസെന്റേഷൻ വേണ്ട ഒരു സാഹചര്യമാണ്. അതിൽ ഏറ്റവും കൂടുതൽ പോകേണ്ട ഒരു സ്ഥലം കേരളം, അല്ലെങ്കിൽ അങ്ങനെ റെപ്രസെന്റേഷൻ ഉണ്ടാവേണ്ട ഒരു സ്ഥലം കേരളമാണ്. പല സമയങ്ങളിൽ രാജ്യസഭ സീറ്റ് വിട്ടുകൊടുത്ത് അടക്കമുള്ള പലതരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ലീഗിൻ്റെ ഭാഗത്ത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു അക്കോമഡേഷൻ പലപ്പോഴും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു നിർണായക ഘട്ടത്തിൽ അങ്ങനെ ഒരു നിലപാടിൽ തന്നെയാണോ ലീഗ് ഉള്ളത്, അല്ലെങ്കിൽ എല്ലാ തവണയുള്ളത് പോലെ നിലപാടിൽ മാറ്റമില്ല. ഒരു ചേഞ്ച് ഇല്ല. 3-ാമത്തെ സീറ്റ് കിട്ടിയാൽ മതിയോ? പക്ഷേ അങ്ങനെ ഒരു റെപ്രസെന്റേഷൻ ഒരു ആവശ്യകത ഉണ്ട് ഇപ്പം നിലവിൽ. സത്യമല്ലേ? വളരെ റീസണബിളാണ്. ഞങ്ങളുടെ ഡിമാൻഡ് വളരെ റീസണബിളാണ്. നോക്കാം, നമുക്ക് ഇത് കുറച്ച് ഒരു കാര്യം കൂടി. ഇപ്പോൾ കോൺഗ്രസിലൊരു സമരാഗ്നി പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നേതാക്കൾക്കിടയിൽ ഉണ്ടാകുന്നൊരു പ്രശ്നവും ഭയങ്കരമായിട്ട് ഇന്നലെയൊക്കെ കെ സുധാകരനും VD സതീശനും തമ്മിലുള്ളൊരു ഇഷ്യൂ ഒക്കെ കണ്ടിരുന്നു. അത്തരത്തിലൊരു അതിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. അത് അവർ സംഘടനാപരമായിട്ടുള്ള സംഗതിയാണ്. നമ്മളതിലേക്ക് കയറി എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നമാവും. ഇതിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു പ്രശ്നം വലിച്ചഴക്കാൻ നമ്മൾ വിചാരിക്കും. നോ കമൻസ് എന്ന് പറയുന്നത്. താങ്ക് യു.